നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും ഭഗവാന്റെ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. എല്ലാവരെയും പോലെ സാധാരണക്കാരനായി ഭൂമിയിൽ ജനിച്ച് തന്റെ അവതാരകൃത്യം കൃത്യമായി നിർവഹിച്ച് ഭഗവത്ഗീത ഉപദേശിച്ച് ലോക നന്മയ്ക്കായി അവതരിച്ച മഹാവിഷ്ണുവിന്റെ അവതാരം ശ്രീകൃഷ്ണൻ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നേപ്പാൾ മോഡൽ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പല വിധത്തിൽ പലതരത്തിൽ ശ്രമിച്ചു. നമുക്കറിയാം, ഷഹീൻ ബാഗ് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കലാപങ്ങൾക്കുള്ള കോപ്പുകൂട്ടലുകളായിരുന്നു കേരളത്തിലടക്കം. കേരളത്തിൽ ഇവിടെ ബേക്കറി പ്രക്ഷോഭം ഓർമ്മയില്ലേ? അങ്ങനെ പല രീതിയിൽ മാടായിപ്പാറയിലും നിലവിളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിൽ, ഓരോ പോക്കറ്റുകളിൽ പല രീതിയിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. മറ്റൊരു നേപ്പാളായി ഒരു വേള ഭാരതം മാറിയേനെ, ബംഗ്ലാദേശായി മാറിയേനെ. പക്ഷേ ഇവിടെ ഇപ്പം ഡബിൾ ചെങ്ങൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ചങ്കൂറ്റവും ധൈര്യവും ഭരണപാഠവുമുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെയൊക്കെ അടിച്ച് ശരിയാക്കി വീട്ടിൽ പറഞ്ഞു വിട്ടു. കഴിഞ്ഞ ദിവസം യു.പിയിൽ എന്തോ ഒരു ചെറിയ കാര്യത്തിന് വലിയ കലാപം ഉണ്ടാക്കാനായിട്ട് നൂറുകണക്കിന് പേർ തെരുവിൽ ഇറങ്ങി. യു.പി പോലീസിന്റെ ലാത്തിയുടെ രുചി അറിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വീട്ടിൽ പോയി. കുറെ എണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട്, കുറെ എണ്ണത്തിനിട്ട് നല്ല ഇടിയും കിട്ടിയിട്ടുണ്ട്. അതായത് ഓരോ കേന്ദ്രങ്ങളിൽ ഓരോന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇതെല്ലാം ഒറ്റ പ്ലാനിങ് ആണ്. എന്നിട്ട് പലയിടത്തായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക്, ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇയാൾ രാജ്യത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പല രീതിയിലുള്ള തെളിവുകളും പലതും കൂട്ടി വായിക്കുമ്പോൾ ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. നേപ്പാൾ മോഡൽ കലാപമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്നും ഓടിപ്പോകേണ്ടി വരിക ഗാന്ധി കുടുംബത്തിനായിരിക്കും. ഇറ്റലിയിലേക്ക് വല്ലതും പോകേണ്ടി വരുമായിരിക്കും. നിഷികാന്ത് ദുബെയാണ് ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. നിഷികാന്ത് ദുബെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പറയുന്നയാളാണ്. നല്ല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അയാൾ നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്, രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയാണ് നിഷികാന്ത് ദുബെ. അദ്ദേഹം മുമ്പ് നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിദേശ ശക്തികളുമായി കൂട്ടുചേർന്നാണ് നിലവിലെ മോദി ഭരണം അട്ടിമറിക്കാനുള്ള ടൂൾ കിറ്റ് നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നും ദുബെ പറയുന്നു. പക്ഷേ ഇങ്ങനെയൊരു കലാപം ഉണ്ടായാൽ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരിക ഗാന്ധി കുടുംബത്തിനാണെന്നും നിഷികാന്ത് ദുബെ പറയുന്നു. ശ്രീലങ്കയിൽ നടന്നതുപോലെ, പിന്നീട് ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ, അതിനുശേഷം നേപ്പാളിൽ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയിലും അട്ടിമറി നടത്താൻ രാഹുൽ ഗാന്ധി പലവട്ടം ശ്രമിച്ചതായി വ്യക്തമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ. നമ്മൾ ഡിജിറ്റൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. തൊഴിലില്ലായ്മയും പട്ടിണിയുമാണ് നേപ്പാളിലെ കലാപത്തിന് കാരണമെന്നും ഇത് ഇന്ത്യക്ക് മുന്നറിയിപ്പാണെന്നും ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഗൂഢപദ്ധതി മാത്രമാണെന്നും ബി.ജെ.പി ആരോപിക്കുന്നു. വോട്ട് മോഷണം എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തി. ഇലക്ഷൻ കമ്മീഷനിൽ കൃത്രിമം കാട്ടി ബി.ജെ.പി അനുകൂലമായ വിജയം തേടുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ ഈ പ്രസ്താവനകൾ നടത്തുന്നതും ആൾക്കാരെ കൊണ്ട് പ്രസ്താവനകൾ നടത്തിക്കുന്നതും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഇവരുടെ മീഡിയ സെല്ലുകൾ, ഇവരുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ ഒക്കെ തന്നെ ചേർന്ന് നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇന്ത്യയിൽ നടക്കില്ല, യാതൊരു സംശയവുമില്ല. ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. നാട്ടല്ലടിച്ചു പൊട്ടിക്കും, ചാവിട്ടി ഓടിക്കും, യാതൊരു സംശയവുമില്ല. ഏതവനായാലും രാഹുൽ ഗാന്ധിയല്ല, മദാമ ഗാന്ധിയല്ല, പ്രിയങ്ക റോബർട്ട് ബദ്രയല്ല, ഇനിയിപ്പോൾ ഏത് സുഡാപ്പി ആയാലും ശരി, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും മാവോയിസ്റ്റ് ആയാലും ഇന്ത്യയിൽ ഒരിടത്തും ഒരു തരത്തിലും ഈ മണിപ്പൂർ കലാപമൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം, കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. മനഃപൂർവ്വം വിവിധ പ്രദേശങ്ങളിൽ കലാപമുണ്ടാക്കിയിട്ട് അതിനെ ഏകോപിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പലപ്പോഴും ഇവിടെ നടന്നത്. അതിനൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ജോർജ് സൊറോസിന്റെ ഒക്കെ ആളാണ്, ഡീപ് സ്റ്റേറ്റിന്റെയും ഒക്കെ ആളാണ്. ധാരാളം കോടികൾ വാങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നുണ്ട്, വിയറ്റ്നാമിൽ പോകുന്നുണ്ട്, അതുപോലെ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ തന്നെ സംശയാതീതമായി തെളിയുകയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന ഈ ചെറുക്കൻ, അല്ലെങ്കിൽ ഇവൻ ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നില്ല ഒന്നും എന്ന് മാത്രം. അങ്ങനെ നടക്കണമെങ്കിൽ
നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധി കുടുംബത്തിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും, ഗാന്ധി കുടുംബം എന്ന് പറയാൻ പറ്റില്ല, ഗണ്ഡി കുടുംബത്തിന്റെയും നെഹ്റു കുടുംബത്തിനും അച്ചാരം എഴുതി കിട്ടിയതൊന്നുമല്ലോ ഇന്ത്യ ഭരിക്കുന്നത് ഒരു ഭാരതപുത്രനാണ്, ഇന്ത്യയുടെ സ്വന്തം മകനാണ്. അങ്ങനെ അങ്ങ് വരണ്ട് ഓടിപ്പോവുകയും ഒന്നുമില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, ഇന്ത്യൻ ഭരണകൂടത്തെ നന്നായിട്ട് അറിയാം. ജനങ്ങൾക്കൊക്കെ പഴയ പോലല്ല, പഴയത് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തെരുവിലിറങ്ങുന്ന പരിപാടിയൊക്കെ ജനങ്ങൾ നിർത്തി, കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ തെരുവിലിറങ്ങുള്ളൂ. കുറെ തീവ്രവാദികളെ തെരുവിൽ ഇറക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, അതേ നിങ്ങളെ കൊണ്ട് സാധിക്കും. അവനൊക്കെ ആട്ടിക്കൊണ്ട് അണ്ടം തിരിഞ്ഞ് ഓടുന്നത് നിങ്ങൾക്ക് തന്നെ കാണേണ്ടി വരും. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.